ഇന്ത്യൻ നിർമ്മിതമായ മൊബൈൽ അധിഷ്ഠിത പണമിടപാട് സേവനമാണ് യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് അഥവാ UPI. ഇന്ത്യയിലെ ഡിജിറ്റൽ പേയ്മെന്റുകളുടെയും ഓൺലൈൻ പണമിടപാടുകളുടെയും തലവര തന്നെ മാറ്റിയത് UPIയുടെ വരവോടുകൂടെയാണ്. ബില്യൺ കണക്കിന് UPI ഇടപാടുകളാണ് ഓരോ മാസവും ഇന്ത്യയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ പുതിയ വാർത്ത അതൊന്നുമല്ല. UPIയുടെ ഖ്യാതി അങ്ങ് കടൽ കടന്നും പോയിരിക്കുകയാണ്. നിലവിൽ വിദേശ സന്ദർശനത്തിലുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അഥവാ UAEയിലാണ് അവസാനമായി UPI ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിന് തൊട്ട് തലേ ദിവസമായ ഇന്നലെയും UPI 2 വിദേശ രാജ്യങ്ങളിൽ ലോഞ്ച് ചെയ്തിരുന്നു. അതിലൊന്ന് ശ്രീലങ്കയും മറ്റൊന്ന് മൗറീഷ്യസുമാണ്. അതിനും ഏകദേശം ഒരാഴ്ച മുന്നെയാണ് UPI സേവനങ്ങൾ ഫ്രാൻസിൽ ആരംഭിച്ചത്. 2024 ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിലെ മുഖ്യ അതിഥിയായിരുന്നു ഫ്രാൻസ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. ഇമ്മാനുവൽ മാക്രോണും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാജസ്ഥാനിലെ ഒരു ചെറിയ കടയിൽ നിന്ന് ഭക്ഷണ സാധനങ്ങൾ വാങ്ങുകയും അതിന്റെ പേയ്മെന്റ് UPI വഴി അടയ്ക്കുന്നതും വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. അതിന്റെ ചുവട് പിടിച്ചു തന്നെയാണ് ഫ്രാൻസിൽ ഉടനെ തന്നെ UPI സേവനങ്ങൾ ലോഞ്ച് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. ഫെബ്രുവരി 2-ാം തീയതിയാണ് പാരീസിലെ ഈഫൽ ടവറിൽ UPI സേവനം അവതരിപ്പിച്ചത്. ഇതിനു പുറമെ തന്നെ സിംഗപ്പൂർ, ഭൂട്ടാൻ, നേപ്പാൾ, ഒമാൻ, UK, യൂറോപ്പ്, മലേഷ്യ എന്നിവിടങ്ങളിലും UPI നിലവിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. UPI അവതരിപ്പിക്കപ്പെട്ട രാജ്യങ്ങളുടെ ലിസ്റ്റിലേക്ക് അവസാനം ഇടം പിടിച്ചിരിക്കുന്നത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ്. UAEയിൽ 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തി നേരിട്ടാണ് UPI ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അബുദാബിയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങുകളുമായി ബന്ധപ്പെട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAEയിൽ എത്തിയിരിക്കുന്നത്. അതിഗംഭീരമായിട്ടുള്ള സ്വീകരണമാണ് മോദിക്കായി UAE പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാന്റെ നേതൃത്വത്തിൽ നൽകിയത്. ഇരുവരും പരസ്പരം ആലിംഗനം ചെയ്യുന്നതിന്റെ വീഡിയോ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ പുറത്തുവിട്ടിട്ടുണ്ട്. അതേസമയം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗാർഡ് ഓഫ് ഓണറും സ്വീകരിച്ചിട്ടുണ്ട്. 2015 ശേഷം 7-ാം തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAEയിൽ എത്തുന്നത്. ഊഷ്മളമായ സ്വീകരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE പ്രസിഡന്റിന് നന്ദി പറയുന്നു. എപ്പോഴൊക്കെ ഇവിടെ എത്തി നിങ്ങളെ കാണുമ്പോഴും എനിക്ക് എന്റെ കുടുംബത്തെ കാണുന്നത് പോലെയാണ്. കഴിഞ്ഞ 7 മാസത്തിനിടെ 5 തവണ നമ്മൾ പരസ്പരം കണ്ടു കഴിഞ്ഞു. ഇത് അപൂർവവും നമ്മുടെ ബന്ധം എത്രത്തോളം അടുപ്പമുള്ളതാണെന്നും കാണിക്കുന്നതാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂട്ടിച്ചേർക്കുന്നു. അബുദാബിയിൽ നടക്കുന്ന പ്രത്യേക ചടങ്ങിൽ ഇന്ത്യൻ സമൂഹത്തെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യുന്നുണ്ട്. ഊർജം, തുറമുഖങ്ങൾ, ഫിൻടെക്, ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ, റെയിൽവേ എന്നിവയിലെ നിക്ഷേപങ്ങളാണ് ഇരു നേതാക്കളും തമ്മിലുള്ള ചർച്ചയിൽ ഇടം പിടിക്കുക എന്നാണ് സൂചന. UAEയിലെ ഉന്നത നേതാക്കളുമായി മോദി ചർച്ചകൾ നടത്തും. അതേസമയം UAEയിലെ ആദ്യ ഹിന്ദു ശിലാക്ഷേത്രം മോദി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. ബാബ് ക്ഷേത്രമാണ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്നത്. ഫെബ്രുവരി 14-നാണ് ഉദ്ഘാടന കർമ്മം നടക്കുന്നത്. അബുദാബിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സഹകരണം ശക്തിപ്പെടുത്താൻ നിരവധി മേഖലകളിലുള്ള പദ്ധതികളും പ്രഖ്യാപിച്ചേക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. 2019 മുതൽ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്ന ക്ഷേത്രമാണ് ബാബ് ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന് വേണ്ട ഏകദേശം 27 ഏക്കർ സ്ഥലവും വിട്ടു നൽകിയത് UAE ഗവൺമെന്റ് തന്നെയാണ്. മൊത്തം ശിലകളിലാണ് ക്ഷേത്രം നിർമ്മിക്കുന്നത്. നിലവിൽ തന്നെ UAEയിൽ മറ്റു 3 ക്ഷേത്രങ്ങളുണ്ട്. ക്ഷേത്രങ്ങൾ 3 നിലനിൽക്കുന്നത് ദുബായിലാണ്. നിലവിൽ പൂർത്തിയാക്കി പ്രതിഷ്ഠയ്ക്ക് ഒരുങ്ങിയിട്ടുള്ള ബാബ് ക്ഷേത്രം പക്ഷേ ഈ പറയുന്ന 3 ക്ഷേത്രങ്ങളെക്കാളും വലിപ്പത്തിൽ വളരെ വലുതാണ്. ഇന്ത്യ UAE നയതന്ത്ര ബന്ധങ്ങൾക്കപ്പുറം തന്നെ നരേന്ദ്രമോദിയും UAE പ്രസിഡന്റും തമ്മിൽ പേഴ്സണലി നല്ല അടുപ്പമുള്ളവരാണ്. UAE പ്രസിഡന്റ് നരേന്ദ്രമോദിയെ മൈ ബ്രദർ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. മോദി തിരിച്ചും അങ്ങനെ തന്നെയാണ്. ഇവർ രണ്ടുപേരും വേറെ ഒരു ഗ്ലോബൽ ലീഡറെ പോലും അങ്ങനെ അഭിസംബോധന ചെയ്യാറുമില്ല. G20 പോലെയുള്ള ഗ്ലോബൽ ഇവന്റ്സിന് പോകുന്നതിനല്ലാതെ ഒരു രാജ്യത്തെ സ്റ്റേറ്റ് സ്പോൺസേർഡ് പരിപാടികൾക്ക് UAE പ്രസിഡന്റ് പോകാറില്ല. പക്ഷേ വൈബ്രന്റ് ഗുജറാത്ത് എന്ന പരിപാടിയുടെ മുഖ്യ അതിഥി ഈ പറയുന്ന UAE പ്രസിഡന്റ് ആയിരുന്നു. ഗുജറാത്തിൽ ഒരു പരിപാടിക്ക് വന്നു എന്ന് മാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൂടെ ഒരു റോഡ് ഷോ പോലും നടത്തുകയും ചെയ്തു UAE പ്രസിഡന്റ്. പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗുജറാത്ത് കലാപം, ഗർഭിണി, ഭ്രൂണം, ശൂലം, അയോധ്യ, ബാബരി, UAEയുടെ 8ാമത്തെ എമിറേറ്റാണ് കേരളം എന്നൊക്കെയുള്ള ഇവിടുത്തെ ആളുകൾ എത്രയൊക്കെ കരഞ്ഞുകൂവിയാലും അതിനൊക്കെ വെറും പുല്ലുവില മാത്രമാണ് UAE നൽകുന്നത്.